ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 3 ആഴ്ചത്തെ അവധിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വീട്ടിലെത്തിയതാണ് ടോമിയും കുടുംബവും. നാട്ടിൽ നിന്ന് പോയിട്ടിപ്പോൾ വർഷം 6 കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിലും സാഹചര്യം ഒന്നിനും അനുകൂലമായിരുന്നില്ല. 6 വർഷം കൂടി വന്നതുകൊണ്ട് എല്ലാവരും സൗഹൃദം പുതുക്കുവാൻ ഓടിക്കൂടി. പഴയ കൂട്ടുകാരെല്ലാവരും കൂടി ഒരു ദിവസം വൈകുന്നേരം വീട്ടിലെത്തി. വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിനിടയിൽ സഞ്ജു പറഞ്ഞു, എടാ ടോമി, നീ എത്ര ഭാഗ്യവാനാ. ഇപ്പോൾ സ്വന്തമായൊരു വീട്, 2 പേർക്കും ജോലി, നല്ല ശമ്പളം, എന്ത് സുഖമാണ്. എല്ലാം കേട്ട് ടോമി പറഞ്ഞു, ഇതൊന്നൊരു ഭാഗ്യമല്ല എന്നും അവിടുത്തെ ജീവിതം അത്ര സുഖകരമല്ല എന്നും നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. വീടിൻ്റെയും കാറിൻ്റെയും മോർട്ട്ഗേജ് അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഭാര്യയും ഭർത്താവും പരസ്പരം കാണുന്നത് തന്നെ വിരളമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് ടോമിക്കറിയാമായിരുന്നു. കിട്ടുന്ന ശമ്പളത്തിൻ്റെ 3/4 ഭാഗവും ഇങ്ങനെ ചെലവഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ? എന്നാലും നെടുവീർപ്പിട്ടുകൊണ്ട് ടോമി പറഞ്ഞു, നിങ്ങളുടെ അത്ര ഭാഗ്യമൊന്നും ഞങ്ങൾക്കില്ലടാ. പലപ്പോഴും നാമൊക്കെ വിചാരിക്കുന്നത് നല്ല വീടും കാറും ജോലിയും ജീവിത പങ്കാളിയുമൊക്കെ ഉള്ളവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്നാണ്. വേറെ ചിലർ പറയും, അപകടത്തിൽപ്പെട്ടിട്ടും നിനക്ക് മാത്രമൊന്നും പറ്റിയില്ലല്ലോ, നീ ഭാഗ്യവാനാണ് എന്ന്. എന്നാൽ മനുഷ്യ ജീവിതത്തിലെ ഭാഗ്യം എന്താണ് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ, ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനമുണ്ടാക്കുന്നവർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, ഇങ്ങനെ പോകുന്നു ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ്. എന്നാൽ നാം കണ്ടെത്തുന്ന ഭാഗ്യാവസ്ഥ ഒരു വെള്ളപ്പൊക്കത്തിലോ പകർച്ചവ്യാധിയോ ഇല്ലാതാവുന്നതാണ്. പരിശ്രമിക്കേണ്ടത് നിത്യമായ ഭാഗ്യത്തിനു വേണ്ടിയാണ്. ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ഭാഗ്യാവസ്ഥയിലേക്ക് വളരുക എന്നത് ഇന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലെ എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടി അവയൊക്കെ കിട്ടുമ്പോൾ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവനെപ്പോലൊരു വിഡ്ഢി വേറെ ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ കണ്ടെത്തുന്ന ഭാഗ്യാവസ്ഥ നൈമിഷികമാണ്. നിത്യമായ ഭാഗ്യത്തിനു വേണ്ടി നമുക്ക് ക്രിസ്തുവിൽ ആശ്രയിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.